ഉണ്ണി മുകുന്ദൻ്റെ മാർക്കോ അത് തിരുത്തിയത് ഉണ്ണി മുകുന്ദൻ്റെ മൊത്തത്തിലുള്ള സിനിമാ ജീവിതത്തെ അല്ലെങ്കിൽ കരിയറിനെ തന്നെയാണ്. എമ്പുരാനെ പോലെയുള്ള വമ്പൻ ബജറ്റ് സിനിമകൾ കാത്തിരുന്ന മലയാളിക്ക് മുമ്പിലേക്ക് മാർക്കോ എത്തിയപ്പോൾ തെല്ല് ആശങ്കയോടെ അല്ലെങ്കിൽ ഒരു നെറ്റി ചുളിച്ചുകൊണ്ടാണ് മലയാളികൾ അതിനെ വരവേറ്റത്. പക്ഷേ മലയാളം കണ്ട ഏറ്റവും വലിയ കൊടൂര വയലൻസ് നിറഞ്ഞൊരു ചിത്രം. അതിനെ നമുക്കങ്ങനെ വയലൻസ് ആയിട്ട് തള്ളിക്കളയാനായിട്ട് പറ്റില്ല. കാരണം അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ആർട്ട് വർക്കും ആക്ഷൻ രംഗങ്ങളുമാണ് മാർക്കോയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. എന്ത് ക്വാളിറ്റി കൊണ്ട് മുൻപന്തിയിൽ നിൽക്കുന്നു. അതോടൊപ്പം ഉണ്ണി മുകുന്ദൻ്റെയും ജഗദീഷിൻ്റെയൊക്കെ അഭിനയം കൊണ്ട് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പടം തന്നെയാണ്. എന്തുകൊണ്ടും ഒരു എനിക്ക് തോന്നുന്നു ഉണ്ണി മുകുന്ദൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള ഒരു പക്ഷേ ഇതിക്കും വലുത് അയാൾ ഇനി ചെയ്യുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എന്തായാലും ഇനി ഏതെങ്കിലും ഉയരങ്ങളിലേക്ക് അയാൾ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ, ഏറ്റവും വലിയ നാഴികക്കൽ ഉറപ്പായിട്ടും ഈ സിനിമ തന്നെ ആയിരിക്കും. അത് ഇപ്പോൾ മലയാളം കഴിഞ്ഞ് തമിഴും കഴിഞ്ഞ് ഹിന്ദിയും കഴിഞ്ഞ് തെലുങ്കും കഴിഞ്ഞ് കന്നഡയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇവിടെയൊക്കെ ഒരേ പേസിലാണ് സാർ ഈ മാർക്കോ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് കളക്ഷൻ്റെ കാര്യത്തിൽ കോടികൾ കിളിക്കൊണ്ടിരിക്കുകയാണ്. സാറിന് എന്തോന്നാർ കേട്ടിരുന്നത്? ഉറപ്പായിട്ടും അതെ. ഉണ്ണി മുകുന്ദൻ്റെ കരിയറിൽ മാർക്കോ എന്ന് പറയുന്ന അദ്ദേഹം ഒരു വേറൊരു ലെവലിലേക്ക് പാൻ ഇന്ത്യൻ സ്റ്റാർ ആയിട്ട് മാറി എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ ഒറ്റയ്ക്ക് സിനിമ വിജയിപ്പിക്കാൻ കഴിവില്ലാത്തൊരു നടൻ എന്നുള്ള നിലയിൽ പാൻ ഇന്ത്യൻ സ്റ്റാർ ആയിട്ട് മാറി. ഇപ്പം സരിയ പറഞ്ഞ പോലെ ഓൾറെഡി നമ്മൾ ഹിന്ദിയിൽ ഓൾറെഡി വിജയക്കൂടി പാറിച്ചു. അതിനുശേഷം ഇപ്പൊ തെലുങ്കിൽ പാറിച്ചു. തെലുങ്കിൽ ഒരു ദിവസം തന്നെ 1.25 കോടി രൂപയുടെ കളക്ഷൻ വന്നിട്ടുണ്ട്. കന്നഡയിൽ ഇപ്പൊ KGF മുകളിലേക്ക് ഉണ്ണി മുകുന്ദൻ്റെ സിനിമ വരുമെന്നും പറഞ്ഞാണ്. അന്നേരം ഓൾറെഡി എല്ലാ ഭാഷകളിലും തന്നെ ഹിന്ദിയിലും തമിഴിലും ഒരുമാതിരി എല്ലാ ഭാഷകളിലും ഉണ്ണി മുകുന്ദൻ്റെ മാർക്കോ വിജയിച്ചിരിക്കുകയാണ്. വളരെ നല്ല രീതിയിലുള്ള ഒരു അഭിനയമൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ട്. അതിനകത്ത് ബാഡി പ്രശ്നം ഒത്തിരി പറയാനുണ്ട്. ഇപ്പൊ കേരളത്തിൽ തന്നെ അതിനെപ്പറ്റി ഒത്തിരി അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. മാർക്കോ കണ്ടുകൊണ്ടാണ് കേരളത്തിൽ പല കൊലപാതകങ്ങളും നടക്കുന്നത്. സ്കൂൾ കൊലപാതകങ്ങൾ എവിടെ കിട്ടിയാലും വെട്ട കുത്ത്. സ്കൂളിലാണെങ്കിൽ കഴിഞ്ഞ ദിവസമാണെങ്കിൽ സിനിമാ മേഖലയിലുള്ളവർ തന്നെ പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പുള്ളിക്ക് ഭയങ്കര അഹങ്കാരമാണ്, ഇതോടുകൂടി ഒറ്റ സിനിമ വിജയിച്ചാൽ അങ്ങനെ ആവുമോ, എന്നിട്ട് ശാന്തിവിള ദിനേശോ പല ആൾക്കാരും പല അഭിപ്രായങ്ങളൊക്കെ പറയുന്നത് ഞങ്ങൾ കേട്ടു. പക്ഷെ എന്നാലും ഉണ്ണി മുകുന്ദൻ്റെ കരിയറിൽ ഉറപ്പായിട്ടും അദ്ദേഹം ഒരു വലിയൊരു ഇതാണ്. അതുകൂടാതെ അടുത്ത 1-2 സിനിമകളിലേക്ക് മോഹൻലാലുമായിട്ടൊരു സിനിമ കാശിയുണ്ട് മോഹൻലാലും എല്ലാം കൂടെ ഒരുമിച്ചേക്കുന്ന പടങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു സ്റ്റാറിനൊരു വേറൊരു ലെവലിലേക്ക് ഒന്നെന്ന് വെച്ചാൽ ഒരു സെക്കൻഡ് ലെവലിൽ നിന്ന് ഒരു ഫസ്റ്റ് ലെവലിലേക്ക് അദ്ദേഹം ആ ഒറ്റ സിനിമ കൊണ്ട് എടുത്തു ചാടിയത് നമുക്ക് നിസ്സംശയം പറയാം. പിന്നെ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും മുമ്പോട്ടുള്ള വിജയങ്ങളും ഒക്കെ നമ്മൾ സിനിമാ ഫീൽഡല്ലേ, സിനിമാ ഫീൽഡ് എന്ന് പറഞ്ഞാൽ അറിയാം. നമ്മൾ കഴിഞ്ഞ ദിവസം സിനിമാ ഫീൽഡിനെ പറ്റി സംസാരിച്ച അവിടെയൊക്കെ ഒരു ഗ്രൂപ്പിസോ അല്ലെങ്കിൽ ഒരു പ്രത്യേക എല്ലാവരും ഒന്ന് വളർത്തിവിടുന്ന ഒരു സമയമല്ല. കാരണം പുള്ളി ഒരു സംഘി ഗ്രൂപ്പുമായിട്ട് ബന്ധമുണ്ടോ എന്നും കൂടെ ഒരു സംശയമുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് പല രീതിയിൽ ചിലപ്പോൾ പുള്ളിക്ക് നേട്ടമായിട്ട് മാറും. ഇപ്പോൾ ശോഭനയ്ക്കാണെങ്കിലും നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചു. ശോഭനയ്ക്ക് എന്തുകൊണ്ട് നമ്മുടെ അവാർഡ് കൊടുത്തു, പലർക്കും കിട്ടിയില്ല, പത്മഭൂഷൺ കിട്ടിയില്ല. ശോഭന ആകപ്പാടെ ഒരു മീറ്റിംഗിൽ എങ്ങാണ്ട് അറ്റൻഡ് ചെയ്തു എന്നൊക്കെയാണ് ഇവർ അവകാശപ്പെടുന്നത്. ഈ ശോഭന ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച നർത്തകിമാരാണ്, അവരുടെ ബയോഡാറ്റയും ബാക്ക്ഗ്രൗണ്ടും കണ്ടിട്ടാണ് അവാർഡ് കൊടുത്തതെന്നാണ് അവാർഡ് കമ്മിറ്റി എല്ലാം പറയുന്നത്. കഴിഞ്ഞ ദിവസം അതിനെപ്പറ്റിയൊക്കെ എന്നാ പറയുന്നത് പൊതുവെ? ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ മാർക്കോയുടെ വിഷയത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് മാർക്കോ എന്ന ഒരു പടം ഭയങ്കര, അതായത് മോസ്റ്റ് വയലൻസ് ഇൻ മലയാള ഫിലിം ഇൻഡസ്ട്രി, അതായത് ഏറ്റവും മലയാള സിനിമ ഇതുവരെ കാണാത്തത്ര വയലൻസ് നിറച്ച ഒരു സിനിമയെന്നാണ് ഈ വിവാദങ്ങൾ മുഴുവനും മാർക്കോയെക്കുറിച്ച് കേൾക്കുന്നത്. പക്ഷേ എത്രയൊക്കെ വിവാദങ്ങൾ പറഞ്ഞിട്ടും ഈ തകർക്കാൻ ശ്രമിക്കുന്നവർ പറഞ്ഞിട്ടും ഇന്നും നിറഞ്ഞ സദസ്സിൽ കേരളത്തിലെ എല്ലാ തിയേറ്ററുകളും ഇത് പ്രദർശനം തുടരുന്നു എന്നുള്ളതാണ്. OTTയിൽ വന്നിട്ടൊന്നുമില്ല, ബിക്കോസ് തിയേറ്ററിൽ ആളുണ്ട് ഇപ്പോഴും. അതിനോടൊപ്പം 5 ഭാഷകളിലാണ് ഇവർ ചിത്രം റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. അതിലൊന്ന് മലയാളം. പിന്നെ ഇതുവരെ നമ്മുടെ മലയാള സിനിമ ആർജിക്കാത്തൊരു കളക്ഷനായിരുന്നു ബോളിവുഡിൽ ഈ പറയുന്ന ഉണ്ണി മുകുന്ദൻ നേടിയെടുത്തത്. അതിനുവേണ്ടി അദ്ദേഹം ചെയ്ത അദ്ദേഹത്തിൻ്റെ ഒരു ഫോർമേഷൻ, അദ്ദേഹത്തിൻ്റെ മാറ്റം ഒക്കെ ഈ റീൽസിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഇച്ചിരി തടിയനും ഗുണ്ടുമൊക്കെ ആയിരുന്നു പുള്ളി. പക്ഷേ ആ വയറൊക്കെ കുറച്ചുകൊണ്ട് നല്ല മസിൽസൊക്കെ, അതായത് നമ്മുടെ സൽമാൻ ഖാനെയും ഷാരൂഖ് ഖാനെയൊക്കെ പണ്ട് നമ്മുടെ ഹൃതിക് റോഷനെയൊക്കെ ആരാധിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. നമുക്ക് ആ ഒരു ലെവലിലേക്ക് ഇപ്പോൾ ഒരുപക്ഷെ അതുക്കും ഒരുപടി മുന്നിലേക്ക് പുള്ളി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ബോളിവുഡിൽ അദ്ദേഹത്തിന് കിട്ടിയ ഒരു അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. കാരണം ചുമ്മാ മാർക്കോ എന്ന് പറഞ്ഞ സിനിമ ഒരു കുറേ വയലൻസ് മാത്രം ചുരുട്ടി വെച്ചുണ്ടാക്കിയ ഒരു സിനിമയല്ല. അതിനൊരു അത്യാവശ്യം സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു, അത്യാവശ്യം സംഗീതം ഉണ്ടായിരുന്നു, അത്യാവശ്യത്തെക്കാൾ കൂടുതൽ നല്ല ക്വാളിറ്റി ആക്ടിങ് ഉണ്ടായിരുന്നു. ജഗദീഷിനെ പോലെയുള്ള, സിദ്ദിഖിനെ പോലെയുള്ള ആൾക്കാരൊക്കെ അതിമനോഹരമായിട്ട് വില്ലൻ വേഷങ്ങൾ കൈകാര്യം ചെയ്ത് കാണിച്ച ഒരു പടമാണ്. നമ്മൾ ഇതുവരെ കാണാത്ത തലത്തിലേക്കായിരുന്നു ജഗദീഷിൻ്റെയൊക്കെ ആക്ടിങ് അതിനകത്ത്. അതുകൊണ്ട് തന്നെ സംവിധായകൻ അവരെ ഓരോരുത്തരെയും പ്ലേസ് ചെയ്ത് അത്ര മനോഹരമായിട്ട് അത്ര പഠിച്ചിട്ട് ചെയ്തൊരു സാധനമാണ്. അതിന് ശരിക്കും പറഞ്ഞാൽ ഒരു കട്ട ഈ മെട്രിക്സ് ഒക്കെ പഴയ സിനിമകൾ, പഴയകാല ഹോളിവുഡ് സിനിമകളുണ്ട് മെട്രിക്സ് ഒക്കെ, കീനു റീവ്സ് ഒക്കെ അഭിനയിച്ച പോലെ കോട്ടൊക്കെ ഇട്ട ഒരു സ്റ്റൈലൊരു വില്ലൻ നമുക്ക് ആദ്യം സുപരിചിതനല്ല അങ്ങനെ അല്ലേ. മിക്കപ്പോഴും ഒന്നെങ്കിൽ ഒരു ന്യൂ ജനറേഷൻ സ്റ്റൈലിലെ വില്ലൻ കമ്മലൊക്കെ ഇട്ട്, എന്നാൽ ഒരു എക്സിക്യൂട്ടീവ് ലുക്കിൽ, അതായത് ഒരു ബിസിനസ്മാൻ്റെ വേഷത്തിൽ ഒരു വില്ലൻ അവതരിക്കുക എന്ന് പറയുന്നത്, ഒരു വില്ലൻ കം നായകനായിട്ട് അവതരിക്കുക എന്ന് പറയുന്നത് മാർക്കോയിൽ മാത്രം. ഒരു പുതിയൊരു വേഷ പകർച്ചയിലൂടെയാണ് ഉണ്ണി മുകുന്ദൻ അങ്ങനെ വന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ പണ്ട് ആ തുടക്കകാലത്ത് പൃഥ്വിരാജിന് ഒരുപാട് വിമർശനങ്ങൾ ഏറ്റിരുന്നു. സാറിപ്പോൾ പറഞ്ഞാൽ അഹങ്കാരിയാണ്, അതാണ് ഇതാണ്, അച്ഛൻ്റെ ഒരു കെറോഫിൽ വന്നതാണ്, അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും പൃഥ്വിരാജ് ഒന്നും മൈൻഡ് ചെയ്തില്ല. അദ്ദേഹം പിടിച്ച് കയറി ഡയറക്ടർ കം
ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്തത്ര ഒരു നായക പദവിയിലേക്ക്, ഒരു സിംഹാസനത്തിലേക്ക് അദ്ദേഹം എത്തി. എന്നാൽ പക്ഷെ ഇവരോടൊപ്പം നമ്മൾ ചാക്കോച്ചനെയും അതുപോലെ ജയസൂര്യയെയും ഒക്കെ ആൾക്കാർ ഇന്ദ്രജിത്തിനെ ഒക്കെ കയറ്റുമ്പോഴും ഉണ്ണിമുകുന്ദൻ എവിടെയൊക്കെയോ തഴഞ്ഞിരുന്നു. പക്ഷെ ആ ഒരു തഴയലുകൾ, ആ വേദനയിൽ നിന്ന് ആർജവം ഉൾക്കൊണ്ടുകൊണ്ട് ഉണ്ണിമുകുന്ദൻ ഇന്ന് അവരോടൊപ്പം എത്തി നിൽക്കുന്നത് തന്നെ നിസ്സംശയം പറയാം. കാരണം ഒരു പക്ഷേ ഇപ്പോൾ ഈ 2024 ഡിസംബർ 20 മാർക്കോ റിലീസ് ചെയ്യുന്നത്. കുറേ സിനിമകൾ പരാജയപ്പെട്ടിട്ടുണ്ട്. ഈ ഹിറ്റ് സിനിമകളുടെ മുൻപന്തിൽ നിർത്തുമ്പോഴും കുറേയധികം മലയാള സിനിമകൾ അത് പരാജയപ്പെട്ടു. ഒരു പക്ഷേ മലയാള ഇൻഡസ്ട്രി ഒരു പരിധിവരെ മാർക്കോ രക്ഷിക്കുന്നു എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. സാറിന് എന്ത് തോന്നുന്നു? ഉറപ്പായിട്ടും അതെ. ഇപ്പോഴും മാർക്കോ എനിക്ക് തോന്നുന്നു നിറഞ്ഞ സദസ്സുകൾ എല്ലാ തിയേറ്ററുകളും ഏതാണ്ട് ഹൗസ്ഫുൾ ആയിട്ട് തന്നെ ഓടുന്നു. തെലുങ്കിൽ ഓടുന്നു, കന്നഡ, എല്ലാ ഭാഷകളിലും ഓടുന്നു. ഉണ്ണിമുകുന്ദന്റെ ഒരു വിജയം തന്നെയാണ് സിനിമ. ശരി പറഞ്ഞാൽ ഉണ്ണിമുകുന്ദനും അതിനുശേഷം ജഗദീഷ, മറ്റുള്ള കഥാപാത്രങ്ങൾ, സിദ്ദിഖ് ഒന്നിനൊന്നും മികച്ച് പുലർത്തി. അവസാനമായപ്പോഴത്തേക്ക് ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് നായകൻ ഒരു വിജയം എന്ന് പറഞ്ഞാൽ എല്ലാവരും മരിച്ചു എന്ന് പറയുന്ന ഒരു ഇത് മാത്രമേ പറയുന്നത്. കാരണം നായകൻ അവസാനം വിജയിച്ചു, നായികയായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നു. അങ്ങനെ നമ്മൾ സാധാരണ മലയാള സിനിമ കാണുന്നു. പക്ഷെ നായക വേഷത്തിൽ ഇത് വ്യത്യസ്തമുണ്ട്. പൈപ്പും ഒക്കെ വലിച്ച്, ചുരുട്ടും ഒക്കെ വലിച്ചുകൊണ്ട് വ്യത്യസ്തമായ കോട്ടും ഒക്കെ ഇട്ട് നമ്മുടെ മലയാള സിനിമ കാണാത്ത ബോളിവുഡ് സ്റ്റൈലിലേക്ക് പുള്ളിയുടെ ശരീരഭാഷയൊക്കെ മാറ്റി ബോഡിയൊക്കെ ബോഡിയൊക്കെ കാണിച്ച് ഇവരും എനിക്കൊന്ന് പൃഥ്വിരാജും ഇവരെല്ലാം ബോഡിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. ഇവരെല്ലാം എല്ലാ ഷൂട്ടിംഗ് സെറ്റുകളിൽ തന്നെ ജിമ്മുകളിലോടത്തെ താമസിക്കുകയുള്ളൂ. അങ്ങനെ 1000 ഡിമാൻഡുകളുള്ള നടന്മാരാണ് ഈ പൃഥ്വിരാജും നമ്മുടെ ഉണ്ണിമുകുന്ദനും ഒക്കെ. അത് അത്രമാത്രം എന്ന് വെച്ചാൽ അവർ ജിമ്മ് അതാത് ദിവസം 2 മണിക്കൂർ പോകും, അതാത് ഭക്ഷണം കഴിക്കും. സൽമാൻ ഖാനെ അനുകരിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരൊക്കെയാണ് ഇവര്. സൽമാൻ ഖാനെ അറിയാലോ ഹിന്ദിയിൽ. സൽമാൻ 4 മണിക്കൂർ ജിമ്മില്, 4 മണിക്കൂർ ഭക്ഷണം. അങ്ങനെ അത്രമാത്രം ശരീരം നോക്കുന്ന ആ ഒരു കാറ്റഗറിപ്പെട്ട ചെറുപ്പക്കാർക്ക് നല്ല ഒരുമാതിരിപ്പെട്ട ഫാമിലിയും ഒക്കെ പോയി 18 വയസ്സിന് മുകളിലുള്ളവർക്ക് അത് കാണാൻ പറ്റുള്ളൂ. എങ്കിലും ഒരുമാതിരിപ്പെട്ടവരെല്ലാം പോയി കണ്ട പടം ഒരു 100% വിജയമായി. ഉണ്ണിമുകുന്ദന്റെ കരിയറിൽ ഒരു എടുത്തുചാട്ടത്തിന് ഉറപ്പായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നില്ലെങ്കിലും അദ്ദേഹത്തിന് 100% 2ാം നിരയിൽ നിന്ന് 1ാം നിരയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ പറയുന്ന പൃഥ്വിരാജ് മറ്റുള്ളവർക്കൊക്കെ അവരെയൊക്കെ കവച്ചു വെക്കുന്ന രീതിയിൽ പടം വിജയിച്ചിട്ടുണ്ട്. അത് സംവിധായകനും അതിന്റെ പ്രൊഡ്യൂസർക്കും അതിന്റെ ഉണ്ണിമുകുന്ദൻ ഉൾപ്പെടെയുള്ള ടീമിനും അത് ഒരു ഉജ്ജ്വല വിജയം തന്നെയാണ്. പക്ഷേ നമ്മളിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത സിനിമയിലേക്ക് വരുന്നു, ഇതിലേക്ക് മോഹൻലാലുമായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. എങ്കിലും പൂർണ്ണമായിട്ടും ഉണ്ണിമുകുന്ദന്റെ ഒരു വിജയം തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം. ഇപ്പൊ തെലുങ്കിലാണെങ്കിലും തെലുങ്കിൽ നിന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ടുകളെല്ലാം ഒരു ദിവസം കൊണ്ട് തന്നെ 300 തിയേറ്ററിൽ അവിടെ റിലീസ് ചെയ്തേക്കുന്നത്. 300 തിയേറ്റർ. കന്നഡയിൽ 320 തിയേറ്ററുകളാണ്. കേരളത്തിലെ ആകപ്പാടെ കേരളത്തിൽ 400 തിയേറ്ററുകളേ ഉള്ളൂ. റിലീസ് വരുമ്പോഴത്തേക്കും 10, 250, 200 തിയേറ്റർ, 70 തിയേറ്റർ തൊട്ടാണ് നമ്മുടെ വലിയ പടം കേരളത്തിൽ റിലീസൊക്കെ വരുന്നതെന്ന് തോന്നുന്നു. 70 അല്ലെ 100 തിയേറ്റർ അത്രേ വരുന്നുള്ളൂ. 400 തിയേറ്ററുകളുണ്ട് കേരളത്തില്. പക്ഷെ ഒരു നടന്റെ ഒരു സിനിമ വരുമ്പോൾ സാധാരണ ചിലപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു 70 അല്ലെ 100, 150 ഒക്കെ വരുള്ളൂ. ഇതിപ്പോ ഈ കന്നഡയിൽ തന്നെ 300, 350 തിയേറ്ററിൽ ഒരു ദിവസം റിലീസ് ഉണ്ട്. അന്നേരം ഓൾറെഡി പടവും എല്ലാ തരത്തിലും വിജയമാണ്. അദ്ദേഹത്തിന് മറ്റുള്ള ഭാഷകളിലേക്ക് പോകാനുള്ള അവസരങ്ങളും ഹിന്ദിയിലാണെങ്കിലും ഇപ്പൊ കഴിഞ്ഞ ഒരു വർഷമാണ് എനിക്ക് തോന്നുന്നു പുള്ളി സെലക്ട് ചെയ്തുള്ള പടങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. മാളികപ്പുറം കഴിഞ്ഞതിന് ശേഷം മാറി നിന്ന് വളരെ നാളുകൾ കൂടി എടുത്ത് ചെയ്തൊരു സിനിമയാണ്. അതിന് അദ്ദേഹത്തിന് പ്രതിഫലം കിട്ടിയെന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാം. അതെ, അത് മാത്രമല്ല സാറേ, ഉണ്ണിയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇത്രയും കാലം വിചാരിച്ചിരുന്നു പുള്ളി അങ്ങനെ വലിയ സംസാരമോ കാര്യങ്ങളൊന്നുമില്ല, വലിയ ഒരു ഗുമ്മില്ലാത്തൊരു നടനാണെന്നാണ് ജനങ്ങളുടെ പൊതുവികാരം ഉണ്ടായിരുന്നത്. പക്ഷേ പുള്ളി മാർക്കോ കഴിഞ്ഞ ശേഷം കുറച്ച് ചാനലുകൾക്ക് ഇന്റർവ്യൂ, ടൈംസ് ഓഫ് ഇന്ത്യ അതുപോലുള്ള ചാനലുകൾക്ക് ഇന്റർവ്യൂ കൊടുത്തത്. അപ്പോഴാണ് പുള്ളി നമ്മൾ പൃഥ്വിരാജിനെ ഭയങ്കര കടുകട്ടി ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് ഒരുപാട് ട്രോൾ വന്നിട്ടുണ്ട്, വാ തുറന്ന ഇംഗ്ലീഷ്. പക്ഷേ ഉണ്ണിമുകുന്ദൻ അതിമനോഹരമായിട്ട് ഇംഗ്ലീഷിൽ സംസാരിച്ചു, അതിമനോഹരമായിട്ട് ഗുജറാത്തിൽ സംസാരിച്ചു, അതിമനോഹരമായിട്ട് ഹിന്ദിയിൽ സംസാരിച്ചു, അതിമനോഹരമായിട്ട് തമിഴ് സംസാരിക്കും. അങ്ങനെ 5ഓളം ഭാഷകൾ അറിയാവുന്ന ഒരു വ്യക്തി കൂടെയാണ് ഈ ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്നത്. അല്ലാതെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ക്യാരക്ടർ ഇല്ലാത്തൊരു മനുഷ്യനല്ല. അതുകൊണ്ട് തന്നെ സാറ് പറഞ്ഞതിന് നല്ല സാധ്യതയുണ്ട് ഒരു പാൻ ഇന്ത്യൻ ആക്ടറായിട്ട്. അതായത് ദുൽഖർ സൽമാൻ പാൻ ഇന്ത്യൻ ആക്ടർ എന്നറിയപ്പെടുന്നത് ഫഹദ്, ദുൽഖർ, പൃഥ്വിരാജ് ഇവർക്കൊക്കെയാണ് പാൻ ഇന്ത്യൻ ആക്ടർ എന്ന പദവി നമ്മൾ കൊടുത്തിരിക്കുന്നത്. അക്കൂട്ടത്തിൽ ഉണ്ണിമുകുന്ദൻ കൂടെ കയറി എന്നുള്ളത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാരണം തെലുങ്കിലാണ് ഈ പറയുന്ന നമ്മുടെ ലക്കി ഭാസ്കർ നമ്മുടെ ദുൽഖർ സൽമാന് വമ്പൻ ഹിറ്റായിരുന്നു. അത് നമ്മുടെ മലയാളികൾ ഒരുപോലെ ഏറ്റെടുത്തൊരു സിനിമയാണ്. അതുപോലൊരു പടം വിജയിച്ചത് എനിക്കൊന്ന് അതിനുശേഷം ഉണ്ണിമുകുന്ദനെയാണ് വിജയിച്ചിരിക്കുന്നത്. ലക്കി ഭാസ്കർ പിന്നെ തെലുങ്കിലാണ് റിലീസ്, നമുക്ക് മലയാളത്തിൽ മൊഴിമാറ്റത്തിലേക്കാണ് വന്നത്. പക്ഷേ മാർക്കോയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിൽ കൂടുതൽ അഭിമാനിക്കാം. ബിക്കോസ് അത് മലയാളത്തിൽ ഫുള്ളോടെ മലയാളികളായിട്ടുള്ള അണിയറ പ്രവർത്തകരും നായിക കഥാപാത്രങ്ങളും എല്ലാം മലയാളികൾ തന്നെ. ബട്ട് അത് തമിഴിലേക്കും തെലുങ്കിലേക്കും കന്നഡയിലേക്കും ഒക്കെ മൊഴിമാറ്റം നടത്തിയ, അല്ലെങ്കിൽ ഹിന്ദിയിലേക്ക് മൊഴിമാറ്റം നടത്തിയ ഒരു ചിത്രത്തിന് ഇത്രയധികം സ്വീകാര്യത മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം നമ്മൾ RRR കാണുന്നു, നമ്മൾ PS1ഉം PS2ഉം കാണുന്നു, നമ്മൾ ഈ പറയുന്ന പോലെ ബാഹുബലി 1ഉം ബാഹുബലി 2ഉം കാണുന്നു. ഇതെല്ലാം നമ്മൾ സ്വീകരിക്കും. ബിക്കോസ് അതെല്ലാം അവിടെ നിർമ്മിക്കുന്നത് നമ്മൾ മലയാളത്തിൽ നിന്ന് കണ്ട് ആനന്ദിക്കുന്നു, സന്തോഷിക്കുന്നു, കാന്താര ഓഹോയി വിളിക്കുന്നു. പക്ഷേ ആദ്യമായിട്ടാണ് ഒരു മലയാള സിനിമ മൊഴിമാറ്റം നടത്തി ഇത്ര ഗംഭീര വരവേൽപ്പോടുകൂടി സ്വീകരണത്തോടുകൂടി ഈ പറയുന്ന കന്നഡയിലെ 300 തിയേറ്ററുകളായാലും തെലുങ്കിലെ 300 തിയേറ്ററുകളായാലും തമിഴിലെ 300 തിയേറ്ററുകളിലും വമ്പൻ വിജയത്തോടു കൂടി ഓടുന്നതും, അതുപോലെ ഡെയിലി കളക്ഷൻ ഗ്രോസ് കളക്ഷൻ എന്ന ലെവലിൽ 1.75 crores ഒക്കെ കളക്ട് ചെയ്യുന്നത് മലയാള സിനിമ
സിനിമയുടെ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തെലുങ്ക്, സാറിന് അറിയായിരിക്കുമല്ലോ, തെലുങ്ക് തമിഴ് എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഭാഷാ സ്നേഹമുള്ള ആൾക്കാരാണ്. മറ്റ് ഭാഷകൾ അവർ അത്രത്തോളം അങ്ങനെ പ്രോത്സാഹിപ്പിക്കത്തൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കാണുമെന്നല്ലാതെ. പക്ഷേ അതിനെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് മാർക്കോ സാർ പറഞ്ഞ പോലെ ചാടി കടന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും ഒരു പാൻ ഇന്ത്യൻ ആക്ടറായി തന്നെയാണ് ഉണ്ണിമുകുന്ദൻ ഇനി വരുന്നത്. ഇപ്പം തന്നെ ഓൾറെഡി ആയി കഴിഞ്ഞു. ഇനി ഒരു പക്ഷേ മലയാളത്തിന് ചിലപ്പോൾ ഇനി ഉണ്ണിമുകുന്ദനെ കിട്ടിയെന്ന് വരില്ല, പകരം തെലുങ്കിലും തമിഴിലേക്കും ഹിന്ദിയിലേക്കും ഒക്കെ അദ്ദേഹം മേ ബി ഹോളിവുഡിലേക്ക് വരെ പോയ, കാരണം ആ ഫിസിക്കൊക്കെ അങ്ങനെ അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്തെടുത്തു. നല്ല കട്ട ബോഡിയും നല്ല കട്ട സ്റ്റൈലും നല്ല റഫായിട്ടുള്ള നോട്ടവും അഭിനയം തന്നെ പുള്ളി മാറ്റിക്കളയും. കാരണം മാളികപ്പുറത്തിൽ അദ്ദേഹത്തിന് ബോഡിയും കാര്യങ്ങളൊക്കെ ഓൾറെഡി ജിമ്മനാണ് പുള്ളി. ബട്ട് ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് 2 വർഷത്തെ ഗ്യാപ്പ് ഇട്ടുകൊണ്ട് മാർക്കോയിലേക്ക് വരുമ്പോൾ പ്രേക്ഷകർ സ്വപ്നം കാണാത്ത ലെവലിലേക്ക് അദ്ദേഹം മാറി എന്നുള്ളതാണ് അതിൻ്റെ സത്യം. എന്ത് തോന്നുന്നു സാറിന്? ഉറപ്പായിട്ടും അതെ. ഓൾറെഡി ഉണ്ണിമുകുന്ദൻ്റെ ലെവല് നമ്മൾ ഓൾറെഡി സംസാരിച്ചു പല പ്രാവശ്യം. ഓൾറെഡി അദ്ദേഹം ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആയിട്ട് മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ശാരിയ പറഞ്ഞ പോലെ എല്ലാ ഭാഷകളും അദ്ദേഹം വിദേശത്തൊക്കെയാണ്, ഗുജറാത്തിലും അഹമ്മദാബാദിലൊക്കെ ജീവിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഭാഷയിലുള്ള പരിചയമുണ്ട്. ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ ഉണ്ടെങ്കിൽ മറ്റുള്ള ഭാഷയിലൊക്കെ പോയി അഭിനയിക്കാൻ ഇച്ചിരി അദ്ദേഹത്തിന് എളുപ്പമാണ് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഇപ്പം നമ്മുടെ പല നടന്മാരും പല ഭാഷ പോയി അഭിനയിച്ചാലും അവർക്ക് കഷ്ടിച്ച് ചെറുതായിട്ട് ഇംഗ്ലീഷ് മാത്രമേ അറിയത്തുള്ളൂ. വേറെ ഒരു ഭാഷ ഇപ്പോൾ തെലുങ്ക് പോയി അന്വേഷിച്ചാലും പലർക്കും ഹിന്ദി പോലും അറിയത്തില്ലാത്ത നടന്മാരാണ് മലയാളത്തിൽ പലരും. അന്നേരം അങ്ങനെയുള്ള ഹിന്ദിയും ഇംഗ്ലീഷും പുള്ളിയുടെ ഇന്റർവ്യൂ ഒക്കെ ഞാൻ കണ്ടു. മറ്റേ ഇംഗ്ലീഷ് ചാനലുമായിട്ടുള്ള ഇന്റർവ്യൂ ഞാൻ ജയൻ എൻ്റെ ആരാധകനായിരുന്നു, ജയനെ ഞാൻ ആരാധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പല കാര്യങ്ങളും മലയാള സിനിമയിൽ ജയന്റെ കാര്യങ്ങളും മലയാള സിനിമയിലുള്ള കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷ് ചാനലുമായിട്ട് കൊടുക്കുന്ന ഇന്റർവ്യൂ ഒക്കെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു. അന്നേരം ഈ ഭാഷയുടെ പ്രാവീണ്യമൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹം അടുത്ത മുൻപിലേക്ക് അടുത്ത ഹിന്ദിയിലേക്കോ മറ്റുള്ള ഭാഷകളിലേക്കോ, കാരണം കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങളും എല്ലാം ഉണ്ടാക്കാൻ വേണ്ടി അത് ഭാഷകൾ പുതിയ അവസരങ്ങൾക്ക് വേണ്ടി അടുത്ത സിനിമയിലേക്ക് പോകുന്നുള്ള ഉറപ്പായിട്ടുണ്ട്. അവസരം അതിന് കൂടുതൽ കിട്ടും. കാരണം ഈ ഭാഷാ നൈപുണ്യമൊക്കെ അദ്ദേഹത്തിന് ഒരു മുതൽക്കൂട്ടായിട്ട് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും മലയാളത്തിന് അഭിമാനിക്കാവുന്ന ഒരു തരംഗമായി മാർക്കോ മാറിയിരിക്കുന്നു. അത് ഇത്ര വയലൻസ് ചിത്രമായാലും അതല്ല റൊമാൻറ്റിക് ചിത്രമായാലും ദിസ് ഇസ് ഫ്രം കേരള അല്ലെങ്കിൽ ദിസ് ഇസ് ഫ്രം മലയാളീസ് എന്ന് നമുക്ക് അഭിമാനിക്കാം. അതുകൊണ്ട് ഇനിയും ഇതുപോലുള്ള നല്ല ചിത്രങ്ങൾ ഉണ്ണിമുകുന്ദൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.